അവിടെ എങ്ങനെയാ പ്രസംഗിക്കുക എന്നറിയില്ല, എനിക്ക് ഉറപ്പില്ല, താമസിക്കാൻ ഇടവില്ല, ഭക്ഷണം കഴിക്കാൻ കയ്യിൽ കാശില്ല. ആ സ്ത്രീ കൂട്ടിക്കൊണ്ടുപോയി അവനെ താമസിപ്പിക്കാൻ റൂം കൊടുത്തു, അവന് പുതക്കാൻ കമ്പിളി പുതപ്പ് കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, ഇന്ത്യയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്, അവനൊരു 2 വർത്തമാനം പറയാൻ ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആദ്യമൊന്നും അംഗീകരിച്ചില്ല. അവസാനം ഒരു 2 വർത്തമാനം പറയാൻ ഇവനെ ഏതായാലും വന്നല്ലേ, പ്രൊഫസറുടെ നിർബന്ധം കൊണ്ട് അവിടെ വിളിച്ചു. അപ്പൊ അവിടെ സദസ്സിലിരിക്കുന്നവർ ഒരുപാട് പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെ വളരെ അലസന്മാരായിട്ട് ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ്. ഇദ്ദേഹം കയറി ആ സദസ്സിൽ കയറി ഇരുന്നിട്ട് ആദ്യം പറഞ്ഞ വാക്ക്, ബാക്കിയെല്ലാം എല്ലാരും ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇംഗ്ലീഷിലല്ലേ പ്രസംഗം, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മാന്യന്മാരെ മഹതികളെ എന്ന് പറഞ്ഞപ്പോ ഈ നരേന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ, വിവേകത്തിൽ ആനന്ദം കൊള്ളുന്നവൻ, അവൻ ആദ്യം പറഞ്ഞത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് ദി വേൾഡ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ലോകത്തിലുള്ള സഹോദരീ സഹോദരന്മാരെ. സദസാകെ ഞെട്ടിത്തരിച്ചു നോക്കി. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ് എന്നല്ലേ നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ളവരും സഹോദരിയല്ല സഹോദരനുമല്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം. അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ തത്വശാസ്ത്രം പറയുന്നില്ല. ഭാരതത്തിന്റെ തത്വശാസ്ത്രം പറയുന്നത് വസുധൈവ കുടുംബകം എന്നാണ്. എന്താ വസുധ? വസുധ എന്ന് പറഞ്ഞാൽ ഭൂമി. ഭൂമി മൊത്തം ഒരു കുടുംബമാണ്. ഭൂമി മൊത്തം ഒരു കുടുംബമാണ്. എത്ര വിശ്വം ഭവത്യേക നീടമെന്നാണ് ഭാരതം പറയുന്നത്. ലോകം എത്ര വലുതായാലും നമ്മളെല്ലാം ഒരു കൂട്ടിലെ പക്ഷികളാണെന്നാണ് പറഞ്ഞത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകം മുഴുവൻ സുഖമായി, അല്ലാതെ ഇന്ത്യക്കാർ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ല. ലോകം മുഴുവൻ സുഖമായി വസിക്കട്ടെ എന്നാണ് ഭാരതം പറഞ്ഞത്. ഈ ലോകത്ത് ഞാനും നീയും വേറെയല്ല. ഇന്ത്യക്കാരനും ബംഗ്ലാദേശുകാരനും ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും വേറെയല്ല. രണ്ടില്ല, നമ്മളെല്ലാം ഒന്നാ. അതാണ് ഭാരതം പറഞ്ഞത് അദ്വൈതം എന്ന് പറയും. ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ല, അദ്വൈതം, രണ്ടില്ല, ഇതെല്ലാം ഒന്നാണ്. ആ ഒന്നാണെന്ന് പറയുന്നതാണ് ഈശാവാസ്യ ഉപനിഷത്ത്. ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നത് ഈശാവാസ്യമിതം സർവം, ഈ ഭൂമിയിൽ എല്ലാറ്റിലും ദൈവമുണ്ട്. ഇന്ത്യക്കാരിൽ മാത്രമേ ദൈവമുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ലോകത്തിലെല്ലാ മനുഷ്യരിലും മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും ദൈവമുണ്ട്. എലിയിലും ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഗണപതി വാഹനമാണ് എലി. ആ എലിക്കും ദൈവികത കൊടുത്തു, മയിലിനും കൊടുത്തു, പുലിക്കും കൊടുത്തു, പരുന്തിനും കൊടുത്തു, പ്രാവിനും കൊടുത്തു, കാളക്കും കൊടുത്തു. ഇല്ലേ, കാളപ്പുറത്താണല്ലോ ശിവൻ എഴുന്നള്ളുന്നത്. കാളക്ക് കൊടുത്തു. എല്ലാ ജീവജാലങ്ങളിലും ദൈവികത കൊടുത്തു, അല്ലേ? അപ്പോ എല്ലാറ്റിലും മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നും. ഇതാണ് ഈശാവാസ്യ ഉപനിഷത്ത്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാരതത്തിലെ ആ ഭാരത ദർശനത്തിന്റെ പ്രതീകമായി എത്തിയ മനുഷ്യൻ മാത്രമേ പറയാൻ കഴിയൂ സഹോദരീ സഹോദരന്മാരെ. എന്താ ഈ സഹോദരി? ഉദരം എന്ന് പറഞ്ഞാൽ വയറ്. ഉദരം എന്ന് പറഞ്ഞാൽ വയറ്. ദാമോദരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ശ്രീകൃഷ്ണന്റെ പര്യായ ദാമോദരൻ എന്ന് പേരെങ്ങനെയാ വന്ന? ദാമോ എന്ന് പറഞ്ഞാൽ കയറ് കൊണ്ട് ഒല്ലിന് കൂട്ടിയിട്ട് ഉദരം പിടിച്ചു കെട്ടിയത് കൊണ്ട്, ഉദരത്തിൽ കയറ് കൊണ്ട് ബന്ധിച്ചവൻ ദാമോദരൻ. ദാമോദരനെ നമ്മൾ ചിലപ്പോ ദാമോന്ന് വിളിക്കും. ദാമോന്ന് വിളിച്ചാൽ ദാമോദര എന്നല്ല, കയറേന്നർത്ഥം. മനസ്സിലായോ? മുരളീകൃഷ്ണൻ എന്ന പേരിന് നമ്മൾ മുരളീന്ന് വിളിക്കും. മുരളീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മുരളി എന്ന് പറഞ്ഞാൽ ഓടക്കുഴല. ഓടക്കുഴൽ ഏന്തിയിരിക്കുന്ന ആളായതുകൊണ്ടാണ് മുരളീകൃഷ്ണൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവരെ മുരളീന്ന് വിളിക്കും. മുരളീന്ന് വിളിച്ചാൽ എന്താ അർത്ഥം? മുരളീന്ന് വിളിച്ചാൽ ഓടക്കുഴലേന്നർത്ഥം. മധുസൂദനൻ, ശ്രീകൃഷ്ണന്റെ മറ്റൊരു പര്യായ മധുസൂദനൻ. മധു കൈടഭന്മാരെ കൊന്നവൻ. മധു എന്ന അസുരനെ സൂദനം ചെയ്തവൻ, അതാ മധുസൂദനൻ. മധുവിനെ കൊന്നവൻ. പക്ഷെ നമ്മൾ എന്ത് വിളിക്കും? മധുസൂദനെ മധുന്ന് വിളിക്കും. മധു ആരാ? മധു രാക്ഷസനാ. മധുന്ന് മാത്രം വിളിച്ചാൽ മധുസൂദനാന്ന് തന്നെ വിളിക്കണം, അല്ലാതെ മധുന്ന് മാത്രം വിളിച്ചാൽ രാക്ഷസാന്നർത്ഥം. ഈ പേരിന്റെ
അർത്ഥം അറിയാതെ ഉച്ചരിച്ചിട്ട് വിളിച്ചിട്ട് പറ്റുന്ന അബദ്ധങ്ങളാണ്. ഞാനിവിടെ പറഞ്ഞത് ഇത്തരം പേരുകൾക്കെല്ലാം ഒരർത്ഥമുണ്ട്. ദാമോദരൻ, ഉദരം വയറ്, സഹ ഉദരൻ, എന്താ സഹാം, ഒരുമിച്ച് ഒരേ വയറിൽ നിന്ന് ജനിച്ചവൻ, അതാണ് സഹ ഉദരൻ. ഒരമ്മ പെറ്റ മക്കൾ സഹോദരങ്ങൾ. അപ്പൊ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം എങ്ങനെയാ സഹോദരന്മാരാവുന്നത്? ഭൂമിയാകുന്ന അമ്മ പെറ്റവരല്ലേ നമ്മളെല്ലാം ഭൂമിയിൽ നിന്നല്ലാതെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ആരെയുണ്ടോ? പാതാളത്തിൽ നിന്നും ഉയർന്നു വന്ന ആരെയുണ്ടോ? നമ്മളെല്ലാം ഭൂമി പെറ്റവരാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ രോമത്തിലും, ഓരോ കോശത്തിലും, ഓരോ അസ്ഥിയിലും ഈ ഭൂമിയിലുള്ള വൃത്തി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇത് ചേർന്നതാണ് നമ്മുടെ ശരീരം. പൃഥ്വി, തേജോ, വായു, ആകാശങ്ങൾ, അതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. ആ പഞ്ചഭൂതാത്മകമാണ് ഈ പ്രപഞ്ചം. എന്താ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ? പ്രകൃതി. പ്രകൃതി എന്ന് കേട്ടിട്ടുണ്ടോ? പ്ര എന്ന ശബ്ദത്തിന് ആദ്യം എന്ന അർത്ഥം, കൃതി എന്ന് പറഞ്ഞാൽ ഉണ്ടായത് എന്നാണ് അർത്ഥം. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ഉണ്ടായത് എന്നാണ്. വെറും പ്രാകൃതന എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും കൂട്ടിച്ചേർക്കലില്ലാതെ, വസ്ത്രമൊന്നും ധരിക്കാതെ പ്രകൃതിയാൽ ജനിച്ച മറ്റു നിൽക്കുന്നവനെയാണ് പ്രാകൃതൻ എന്ന് പറയുന്നത്. പ്രകൃതി ആദ്യമുണ്ടായതെന്താ? 5 കാര്യങ്ങൾ. പൃഥ്വി, തേജോ, വായു, ആകാശം. 5ന് സംസ്കൃതത്തിൽ എന്താ പറയാ? പഞ്ചം. ആദ്യത്തിന് എന്താ പറയാ? പ്ര. അപ്പോ ആദ്യമുണ്ടായ 5 എന്താ പറയും? പ്രപഞ്ചം. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകം. ആ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടായത്. രാമായണത്തിൽ ലക്ഷ്മണോപദേശത്തിൽ സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. ത്വക്ക്, മാംസം, രക്തം, അസ്ഥി, വിൺമൂത്രം. വിൺമൂത്രം എന്ന് പറഞ്ഞാൽ വിസർജ്യം, രേതസ്, ഹോർമോണുകൾ. ഈ 5 കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയത്. അത് ഈ പ്രകൃതിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ നമ്മുടെ ശരീരം അത് പശുവിന്റെയും ആനയുടെയും കടുവയുടെയും പുലിയുടെയും ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഈഴവന്റെയും നായരുടെയും നമ്പ്യാരുടെയും ആദിവാസിയുടെയും എല്ലാം ശരീരം ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് എല്ലാം ഒന്നാൻ. അതുകൊണ്ട് ഞാനും നീയും നമ്മൾ തമ്മിൽ ഭേദങ്ങളുണ്ടോ? ഭേദങ്ങളില്ല എന്നൊരു തെളിവ് ഞാൻ തരാം. നമ്മളെ മലയാളത്തിലെ കണക്കുണ്ടല്ലോ, മലയാളത്തിൽ 10ന്റെ ഗുണിതങ്ങളാണ് അല്ലേ? 1 കഴിഞ്ഞാൽ പിന്നെ പൂജ്യം ഇടുന്നത്, അടുത്ത പൂജ്യം ഇടുന്നത് 10ാമത്തേനാ, പിന്നത്തെ പൂജ്യം ഇടുന്നത് 2 10, അതാ 20 10 30 40 10 10ന്റെ പിന്നെ ഒരു പൂജ്യം കൂടി ഇടുമ്പം 10 വീണ്ടും 10 കൊണ്ട് ഗുണിച്ചാൽ 100, പിന്നെയും 10 കൊണ്ട് ഗുണിച്ചാൽ 1000, പിന്നെയും 10 കൊണ്ട് ഗുണിച്ചാൽ 10,000. അതാണ് 10 പ്രധാനം. അതുകൊണ്ട് ആ പൈസ കൂട്ടി വെക്കുന്നതിന് നമ്മൾ പറയുന്നത് സമ്പത്ത് എന്നാണ്. സമ്പത്തില്ലേ, സമ്പത്ത്. 10 കൂട്ടി വെക്കാൻ പഴയ തറവാട് വീടുകളിൽ നിങ്ങൾ പോയി നോക്കുക. ഒരു പെട്ടി ഉണ്ടായിരുന്നു, മരപ്പെട്ടി, വലിയ പെട്ടിയാ. ആ പെട്ടിക്ക് പറയുന്ന പേര് 10,000 എന്ന്. 10 കൂട്ടി വെച്ച 10,000. അപ്പൊ 10നാണ് മലയാള ഭാഷയിലെ അക്കത്തിൽ ഏറ്റവും പ്രധാനം. ഇംഗ്ലീഷ് ഭാഷയിലും 10 തന്നെയാ. 1 10 100 1000 എന്നാണ്. ഹിന്ദിയിലും 10 തന്നെയാണ്. 1 10 100 1000 10ന്റെ ഗുണിതങ്ങളാണ്. സംസ്കൃതത്തിലും 10 ഏകം ദശം ശതം സഹസ്രം അയുധം. അറബിയിലും 10. ക്രൊയേഷ്യയിലും മൊറോക്കോവിലും അർജന്റീനയിലും ബ്രസീലിലും ചൈനയിലും ജപ്പാനിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ആസ്ട്രേലിയയിലും ഈ ഭൂമിയിൽ ഒരുപാട് ഭാഷകളും ഒരുപാട് ദൈവങ്ങൾ പേരും. പക്ഷെ കണക്കെല്ലാം 10. നമുക്ക് ദൈവങ്ങൾക്ക് പല പേര് വന്നെങ്ങനെയാണെന്നറിയോ? പല നാട്ടിൽ പല ഭാഷയായി പോയത് കൊണ്ടാണ് ദൈവങ്ങൾക്ക് പല പേര് വന്നത്. എന്റെ നാട്ടിലൊരു പച്ചക്കറിയുണ്ട്. ആ പച്ചക്കറി പറഞ്ഞ നിങ്ങൾക്കൊന്നും മനസ്സിലാവുമോ? ഞാൻ നോക്കട്ടെ. നല്ല രസമുള്ള പച്ചക്കറിയാ. അതിന്റെ പേര് കാരാപ്പീരി.